ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ടീ പാർട്ടി വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടി എൻ്റെ ബ്രദറും ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു ചായക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എന്താ പറയുക സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും, നമ്മളിടയ്ക്ക് ഇങ്ങനെ ഫാമിലി എല്ലാവരും ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് കഴിക്കും. അത് നല്ല രസമല്ലേ. അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചു കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ബ്രെഡ് പോക്കറ്റില്ലേ, ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെയാണിത്. എന്നാലും ഞാനെങ്ങനെയാണ് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് വലിയ ബ്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിക്ക്. ഈ ഒരു ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാ സൈഡെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ആ സൈഡ് ഞാൻ കളയുന്നില്ല കേട്ടോ, അത് വെച്ചിട്ട് തന്നെയാണ് ബ്രെഡ് ക്രംസില്ലേ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ സൈഡെല്ലാം കട്ടാക്കി എടുക്കലാണ്. പിന്നിൽ ഇത് നമുക്ക് പല ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാലും നമ്മൾ കണ്ണൂർ ഭാഗത്ത് അധികവും കാണുന്ന ഒരു ഫില്ലിങ്ങാണ് ക്യാബേജും ക്യാരറ്റിലും ഇട്ടിട്ടുള്ള ആ ഒരു ഫില്ലിങ്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ സൈഡെല്ലാം കട്ടാക്കിയിട്ട് എല്ലാം സെറ്റാക്കി എടുക്കലാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മിക്സിയുടെ ആ ഒരു ചെറിയ ജാറില്ലേ അതിലേക്ക് കട്ടാക്കി ബ്രെഡെല്ലാം എടുത്തിട്ട് എന്താ പറയുക അടിച്ചെടുക്കലാണ് കേട്ടോ, ഒന്ന് പൊടിച്ചെടുക്കലാണ്. പിന്നെ ഞാൻ 2 പാക്കറ്റ് ബ്രെഡാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളെടുത്തിട്ട് ആ ഒരു പൊടിച്ച ബ്രെഡില്ലേ ഇതിലേക്ക് തട്ടിക്കൊടുക്കലാണ്. പിന്നെ ബ്രെഡ് ക്രംസ് എല്ലാം റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, മുന്നെല്ലാം കാണാത്തവർ കണ്ടോക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗമെല്ലാം ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കലാണ്. അപ്പോൾ ബ്രെഡ് തീരെ വേസ്റ്റ് ആയി പോകില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാ മൊത്തത്തിൽ പൊടിച്ചിട്ട് ആ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനില്ലേ എന്ത് പണികൾ എടുക്കുന്നുണ്ടെങ്കിലും അന്നേരമില്ലേ ക്ലീനിങ് അന്നേരം തന്നെ ചെയ്തെടുക്കും കേട്ടോ, എന്നാലും നമുക്ക് ഭാരമായിട്ട് തോന്നൂല. അപ്പോൾ ഇതാ ആ ഒരു പാക്കറ്റും കാര്യങ്ങളും പിന്നെന്താ ആ ഒരു മിക്സിയുടെ ജാറെല്ലാം അന്നേരം തന്നെ ഞാൻ കഴുകിയെടുക്കും. ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മളെല്ലാ ഫുഡെല്ലാം കഴിഞ്ഞാലേ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഭയങ്കര ഒരു ക്ഷീണം തോന്നും. അപ്പോൾ ഇതാ അന്നേരമുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ തുടച്ചിട്ടും കഴുകിയിട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് മൈദയും 1 മുട്ടയും കുറച്ച് ഉപ്പും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ, ആ ഒരു ചെറിയ ബൗളിലുള്ളത്. എന്നിട്ടിതാ അതിലേക്ക് ഞാൻ ഈ ഒരു 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ മുക്കിക്കൊടുക്കലാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ്. ഞാനതിൽ കുറച്ച് വെള്ളവും മൈദയും 1 മുട്ടയും കുറച്ച് ഉപ്പുമാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിന്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് അതിലേക്ക് മുക്കിക്കൊടുക്കലാണ്. എന്നിട്ടിതാ ബ്രെഡ് ക്രംസിലേക്ക് അതിട്ട് കൊടുക്കലാണ്. ആദ്യം സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്തതിനാലേ നമ്മളെ കയ്യിലധികം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും അതുപോലെ തന്നെ 2 ബ്രെഡ് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മാവ് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നില്ലേ ഇങ്ങനെ മൈദ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ എണ്ണ കുടിക്കൂല കേട്ടോ, നമ്മൾ ഫ്രൈ ആക്കൂലേ ബ്രെഡ് എന്താ പറയുക ഈ ഒരു ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കുമ്പം നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടല്ലേ ചെയ്യുക. അപ്പം നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അധികം എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തവരും ഉണ്ടാവും, ആദ്യമായിട്ടെല്ലാം കുക്ക് ചെയ്യുന്നവരും ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത്. പിന്നെ ബ്രെഡ് പോക്കറ്റിൻ്റെ എല്ലാം റെസിപ്പി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാ നോമ്പിനും എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം തന്നെയല്ലേ. എന്നാലും നമ്മളെ ചാനലിൽ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഭാഗം എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം തന്നെ അതെല്ലാം സെറ്റാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ക്യാബേജും ഉള്ളിയും ക്യാരറ്റും എല്ലാം എടുത്തിട്ടുണ്ട്.
ഞാനിതാ അരമുറി ക്യാബേജും 2 ക്യാരറ്റ്, മല്ലിയില, പച്ചമുളക്, ഉള്ളി എല്ലാം കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലെക്സും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാല അല്ല കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മയോണീസ്, നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്ന മയോണീസിലെ ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതും കൂടി ഒഴിച്ച് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. പിന്നെ ചിക്കന് വേവിച്ചിട്ടല്ല കേട്ടോ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൗഡറും ഉപ്പും കുറച്ച് കുരുമുളകും കൂടി പുരട്ടിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കും ചിക്കന്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പം എനിക്ക് അഗാരോ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പം അഗാരോ ഇമ്പീരിയൽ സ്ലോ ജ്യൂസർ ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടൊന്നും ആവശ്യമില്ല. നമ്മുടെ ജ്യൂസ് മാക്സിമം ന്യൂട്രീഷ്യൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഫ്രഷ് ജ്യൂസ് അതിൻ്റെ ടേസ്റ്റിൽ ഒട്ടും വ്യത്യാസമില്ലാണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസും കൂടി ഞാൻ കാണിച്ചു തരാം. 3 ടൈപ്പിൽ സ്ട്രെയിനർ വരുന്നുണ്ട്. ഒന്ന് വരുന്നത് എക്സ്ട്രാക്റ്റ് ജ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെന്താ നമുക്ക് സ്മൂത്തി ചെയ്തെടുക്കാം, പിന്നെ ഫ്രോസൺ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവില്ലേ അതിൻ്റെ സ്ട്രെയിനറും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ടൈപ്പിൽ നമുക്കിതിൽ ജ്യൂസസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് വരുന്നത് ജ്യൂസ് ബൗളാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ ജ്യൂസ് കളക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പൈപ്പും കൂടി വരുന്നുണ്ട്. ഇനി ഇതിലെ നമുക്ക് 250 ml വരെ മാക്സിമം ജ്യൂസ് കളക്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രൂ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് പൾപ്പായിട്ടും ജ്യൂസായിട്ടും മാറ്റുന്നത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ ഉണ്ട്, എന്താ പറയുക പുഷ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഈ ഒരു ട്യൂബിനുള്ളിൽ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി എടുക്കുന്നത്. പിന്നെന്താ എന്താ പറയുക ജ്യൂസെല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്ന 2 ജാറും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എന്താ പറയുക ജ്യൂസ് മാത്രമല്ല ഇതിൻ്റെ പൾപ്പും കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതാ ക്ലീനിങ് ബ്രഷും ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്തെങ്കിലും നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അതും എന്താ പറയുക ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് അസംബിൾ ചെയ്തിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മെയിൻ ബോഡിയിലും ഈ ഒരു ജ്യൂസ് ബൗളിലും ഒരു ട്രയാങ്കിളിൽ വരുന്ന 2 സൈൻ ഉണ്ടാവും. ആ സൈന് രണ്ടും ഒരുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ യൂസർ മാനുവലിലെല്ലാം ഇതിലിൻ്റെ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ടാവും, എന്നാലും ഞാൻ ചെറുതായിട്ട് എനിക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതാ ഈ ഒരു റൊട്ടേറ്റിംഗ് വൈപ്പറിലെ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ജ്യൂസാണോ വെക്കുന്ന അതിൻ്റെ ഫിൽറ്റർ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്ക്രൂ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതിനെല്ലാം ഡോട്ട് ഉണ്ടാവും. ആ ഒരു ഡോട്ട് നമ്മളിപ്പം എന്താ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സൈൻ ഒരുപോലെ വെച്ചില്ലേ, അതുപോലെ ആ ഒരു ഡോട്ട് ഒരുപോലെ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കലാന്ന് ഞാനിപ്പം സ്പീഡായിട്ട് പറയുന്നതാണ്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട്സ് ഓറഞ്ചാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ എനിക്ക് ഉണ്ടാക്കുമ്പം നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് അതിൻ്റെ പൾപ്പ് കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെന്താ ആ ഒരു പൾപ്പിലില്ലേ ഒട്ടും വെള്ളവും ഇല്ല കേട്ടോ. ആ ഫ്രൂട്ട്സിലുള്ള മാക്സിമം ജ്യൂസ് കളക്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഈ ഒരു പൈപ്പിലേക്ക് കൂടി ആ ഒരു ഫ്രഷ് ജ്യൂസ് വരുന്നത് കാണാൻ വേണ്ടിക്ക് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ജാറ് കുറച്ച് അരിവത്ത് വെച്ച് പോയിട്ടുണ്ടായിനി, അതുകൊണ്ടാണ് കേട്ടോ ജ്യൂസ് കുറച്ച് പുറത്തേക്ക് മാറുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ടുള്ള ഒരു ആപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡില്ലേ അത് വെച്ചിട്ടാണ് ഇത് കട്ടാക്കി എടുക്കുന്നത്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിക്ക്, അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഫ്രൂട്ട്സും വെജീസും എല്ലാം നമുക്ക് ഇതുപോലെ ലീഫി വെജീസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം നമുക്ക് ഇതുപോലെ ജ്യൂസാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടും കൊടുക്കുക കേട്ടോ. എന്തായാലും യൂസ് ആവും. രാവിലെ എല്ലാം ഫ്രഷ് ജ്യൂസ് എല്ലാം കഴിക്കുന്നവരാണെങ്കിൽ നല്ല യൂസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 ടൈപ്പിലുള്ള ഫ്രൂട്ട്സാണ് ഒരുമിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൾപ്പ് കണ്ട നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പിലും ജ്യൂസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോ, നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും. അഗാരോൻ്റെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ മോശമായിട്ടൊന്നും അഗാരോൻ്റെ പ്രോഡക്റ്റ് തോന്നിയിട്ടില്ല. പിന്നെ ഇത് ക്ലീനിങ്ങും ഈസിയാണ്. ഇതിൻ്റെ ഫിൽറ്ററെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒട്ടിപ്പിടിക്കല്ല, ക്ലീൻ ചെയ്യാൻ വിഷമമെന്നെല്ലാം വിചാരിക്കില്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബ്രഷിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്കിങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഫ്രൂട്ട്സും വെജീസിൻ്റെ എല്ലാം ബാക്കി ഉണ്ടാവില്ലേ അതെല്ലാം ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ ബ്രെഡ് പോക്കറ്റിൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കിയില്ലേ, ഇനിയിപ്പം ചിക്കൻ മസാല റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഇതാ 5 ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് ആദ്യം വഴറ്റാനിട്ട് കൊടുക്കലാണ് കേട്ടോ. ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാനാണ്. അപ്പം ഉള്ളി വേവുന്ന ടൈമും കൊണ്ട് ഞാൻ
എന്താ പറയുക എലാഞ്ചിക്കുള്ള ആ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കുക. ഇതിപ്പം ഞാൻ വേറൊരു ദിവസം മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ അതേ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ എലാഞ്ചി റെഡിയാക്കുന്നെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ട പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെന്താ 2 കപ്പ് മൈദ, 2 നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ലൂസായിട്ട് അരച്ചെടുക്കുക. എലാഞ്ചിയെല്ലാം റെഡിയാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാ നല്ലോണം ലൂസായിട്ടും വേണ്ട, എന്നാലും നല്ല തിക്കായിട്ടും വേണ്ട. നമ്മൾ നീർദോശയെല്ലാം റെഡിയാക്കില്ലേ അതുപോലെ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മിൽക്ക് കേക്കിൻ്റെ സെയിം ബാറ്ററാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പം എലാഞ്ചി റെഡിയാക്കുന്ന കാണിക്കാം കേട്ടോ. ആദ്യം പാന് ചൂടാക്കുക, അതിലേക്ക് 1 തവിയോ 2 തവിയോ മാവ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ചുറ്റിച്ചു കൊടുക്കുക. ഇത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാത്തത്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ മസാലക്കുള്ള ഉള്ളി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 8 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും 2 പച്ചമുളകെല്ലാം ഒന്ന് ക്രഷാക്കിയതും കൂടി എന്താ പറയുക മിക്സാക്കി കൊടുക്കലാണ്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ചുട്ടെടുക്കലാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ സ്പീഡായിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെന്താ ഞാൻ 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ചുട്ടെടുക്കലാണ്. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കണ്ടുനോക്കാം. ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ മസാലക്കുള്ള ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. കുറച്ച് മല്ലിയിലും ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ ചിക്കൻ്റെ പണ്ടം എന്ന് പറയും. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് സ്നാക്ക് ഉണ്ടാക്കുമ്പം ഈ ഒരു ഫില്ലിങ് യൂസ് ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റി അല്ലേ. നമ്മൾ ഇറച്ചിയിട, പിന്നെന്താ ഒരുപാട് ഐറ്റംസ് ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കലുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു ദോശയില്ലേ അത് ചുട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ആ ഒരു പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീയും കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കിസ്മിസും ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഒന്ന് കുക്കായിട്ട് വരുമ്പം അതിലേക്ക് ഇതാ തേങ്ങ 1-1.5 കപ്പോ തേങ്ങ ചിരകിയതും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് കൂടും. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ തേങ്ങ നല്ലോണം കുക്കായിട്ട് വരണം. ആ ഒരു എന്താ പറയുക ആ ഒരു പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല സ്പീഡിലാണ്, നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടാവും, തെറ്റിപ്പോയിനെങ്കിൽ സോറി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയാക്കിയിട്ടില്ലേ, അത് ഞാനിപ്പം സമൂസ ഷീറ്റില്ലേ അതിലാണ് ചുട്ടെടുക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ഈസിയല്ലേ. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയുടെ എല്ലാം റെഡിയാക്കൂലേ, എന്താ പറയുക മൈദയും കുറച്ച് ഉപ്പും വെള്ളവും കൂടി കുഴച്ചിട്ട് പരത്തിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസ് അല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചിയിടാന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഇറച്ചിയുടെ റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് മൈദയും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ, അത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കലാണ്. ഇതിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പിന്നെ ഈ ഒരു പണ്ടം ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഇതുപോലെ റെഡിയാക്കാത്തവരാണെങ്കിൽ റെഡിയാക്കി നോക്കുക, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം ആ ഒരു പണ്ടുമുതലേ ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ആണ് കേട്ടോ. എല്ലാവരും അറിയുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ ഏത് സ്നാക്സും നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ സ്പ്രിംഗ് റോളിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ ഇർഫാന ഷംഷീർ ഒരു എന്ത് സ്നാക്സ് ആണോ എന്ത് റെസിപ്പി ആണോ അത് വെച്ചിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എലാഞ്ചി റെഡിയാക്കി എടുക്കലാണ്. നിങ്ങൾ എലാഞ്ചി എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ആ ഒരു ഫില്ലിങ്ങിൽ തേങ്ങൻ്റെ ഫില്ലിങ് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ ചുട്ടെടുത്ത ദോശയിലെ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കലാണ് കേട്ടോ. ഇതും എല്ലാവർക്കും പണ്ട് മുതലേ അറിയുന്ന സ്നാക്ക് തന്നെയാണ്. എന്നാലും നമ്മൾ ചാനലിൽ കാണിക്കാത്ത റെസിപ്പീസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് തന്നെയല്ലേ. പിന്നെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് സ്കൂളെല്ലാം വിട്ട് വരുമ്പം റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കല്ലേ ഇതെല്ലാം. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് പൗഡറിൽ ഇട്ടിട്ട് ചെയ്യുന്ന എലാഞ്ചി എന്താ പറയുക നിങ്ങൾ കണ്ടിനോന്ന് അറിയില്ല, നമ്മൾ വീട്ടിലെല്ലാം റെഡിയാക്കലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം അതിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മൾ സമൂസ എല്ലാം ഫ്രൈ ആക്കുന്ന പോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. പിന്നെ ഇതന്നെ ഞാൻ കഴിഞ്ഞ വർഷം സെയിം ഇതിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ എല്ലാവരും കൂടി വരുന്നതുകൊണ്ട് പിന്നെ എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചേരം കിട്ടിയ കുറച്ച് റെസിപ്പീസാണ് ഇതെല്ലാം. പിന്നെ എല്ലാം ഇതുപോലെ ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ്. ആദ്യം സമൂസ എന്താ പറയുക ചുട്ടെടുത്തു. പിന്നെ ഈ ഒരു ബ്രെഡ് പോക്കറ്റില്ലേ ഞാൻ നേരത്തെ റെഡിയാക്കിയെടുത്ത അത് ഫ്രൈ ആക്കി എടുക്കലാണ്. കാര്യം നമ്മൾ ആദ്യം സമൂസ എന്താ പറയുക ഇത് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടിയെല്ലാം വീകൂലേ, അതുകൊണ്ട് പിന്നെ ആദ്യം സമൂസ റെഡിയാക്കിയെടുത്ത് പിന്നെ ഈ ഒരു ബ്രെഡ് പോക്കറ്റും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ആയിട്ട് വരുന്നത് വരെ, കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കലാണ്. ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഉൾഭാഗമെല്ലാം നല്ല രസമൊന്നും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദ വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കുവാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. കുറച്ച് എണ്ണ ഉണ്ടാവും, എന്നാലും നമ്മൾ മുട്ട മാത്രം ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന അത്ര എണ്ണ കുടിക്കൂല കേട്ടോ ഇതൊന്നും. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് പോക്കറ്റിൽ രണ്ടും കട്ടാക്കി എടുക്കലാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അറിയാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇതിലെ ചില്ലി ചിക്കൻ്റെ എല്ലാം ഫില്ലിങ്, ചിക്കന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചില്ലി ചിക്കനെല്ലാം നമ്മൾ റെഡിയാക്കൂലേ, അതുപോലെ എല്ലില്ലാണ്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത മയോണൈസിൻ്റെ റെസിപ്പി വീഡിയോയിലും നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. മയോണൈസിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാതെ. പിന്നെ എല്ലാം കൂടി കാണിച്ചാലില്ലേ വീഡിയോ കൂടുതൽ ലെങ്തി ആവും. പിന്നെ എന്താ പറയുക എനിക്ക് കൂടുതൽ ടൈമും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കെല്ലാം റെഡി ആവുകയും ചെയ്യില്ല. അപ്പോൾ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ചായയിൽ ഉമ്മ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലെല്ലാം ആകുമ്പം എനിക്ക് സംസാരിച്ചിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.